കാശ്. കാശ് വേണമ്മ. ഞാൻ നിനക്ക് കയ്യിലുള്ളതല്ല നിനക്ക് തന്നതല്ലേടാ. ഞാൻ നിനക്ക് എനിക്ക് കേൾക്കണ്ട. എനിക്ക് ആ കാശ് താമ്മ. നിനക്ക് എന്തിനാടാ ഇത്രയും കാശ്? എനിക്ക് ആ കാശ് വേണം. എനിക്കതില്ലാണ്ട് പറ്റില്ല അമ്മ. മോനെ, മോന്റെ അമ്മയാണ് മോനെ. എനിക്ക് ആ കാശ് എടുത്താമ്മ. ഈ കള്ളം എനിക്ക് കേൾക്കണ്ട. എനിക്ക് ആ കാശ് മോനെ വേണ്ട. ഞാൻ അടിക്കും. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന മാരക വിഷമാണ് ലഹരി. ഇരപിടിക്കാൻ തക്കം പാർത്തു നടക്കുന്ന കഴുകന്മാരെ പോലെ മരണത്തിന്റെ വ്യാപാരികൾ നമ്മുടെ കുഞ്ഞുമക്കളെയും തേടി എത്തിയേക്കാം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ജാഗ്രത. തോമാചായോ, ചായക്ക് കടുപ്പം പതിവ് പോലെ തന്നെ പോരെ? നീ പതിവ് പോലെ ആയ ഒരു നല്ല ചായ എടുത്തേ. അല്ല, ഈ ചോദ്യത്തിൽ എന്തോ കുത്തി പറയുന്ന പോലെ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ല, നല്ല കടുപ്പമുള്ള വാർത്തയാണല്ലോ എല്ലാ ദിവസവും, അതുകൊണ്ട് ചോദിച്ചാണേ. നീ പറഞ്ഞ കറക്റ്റാ. ഇപ്പൊ ഈ പത്രം തുറന്ന മുഴുവൻ, അല്ല നീ കേൾക്കുന്നുണ്ടോ, MDMA, ലഹരി, ഈ കൊച്ചു പിള്ളേരെ കുറ്റകൃത്യങ്ങള്, എന്ത് വേണ്ട നമുക്ക് കാണാൻ പറ്റാത്ത വാർത്തകളാണ് മുഴുവൻ. മുട്ടേന്ന് വിരിയാതെ പിള്ളേര് വരെ ഇപ്പൊ ഇതിന്റെ പുറകെയാ. എന്റെ പൊന്ന് ശശിയേ, ഇവിടെ വരുമ്പോഴെങ്കിലും നീ ആ ഫോണൊന്ന് താഴെ വെക്കാമോ? അത് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ടോണ്ടിരുന്നാ. എടാ ചെക്ക, ഫോൺ താഴെ വെക്കണം മോനെ. വല്ല വണ്ടിയും വന്ന് തട്ടിട്ട് പോകുന്നേ. ചേട്ടൻ ആദ്യം ചേട്ടന്റെ മൊബൈൽ മാറ്റി വെക്കാം, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ. മോനെ കുട്ടാ, നീ അത്രയ്ക്ക് അങ്ങ് ഓവർ സ്മാർട്ട് ആവണ്ട. നിനക്ക് സ്കൂൾ തുടങ്ങാൻ സമയമായല്ലോ. പോകാൻ നോക്കി ചെല്ല്. മുട്ടേന്ന് വിരിയാതെ പിള്ളേരാ. അവന്റെ വായിന്ന് വരുന്ന കണ്ടിട്ടില്ലേ? അതെ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരുത്തിനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അറിഞ്ഞു. കാലം പോയ പോക്കേ, കൊച്ചു പിള്ളേരെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി പോയിപ്പോ. സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ചുള്ള കാര്യപരിപാടികൾ ഉടൻ ആരംഭിക്കുന്നതാണ്. എല്ലാ കുട്ടികളും ദയവായി ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരിക്കുക. ഇന്നാണല്ലോ നമ്മുടെ സ്കൂളിന്റെ വാർഷികം. കഴിഞ്ഞ വർഷം രാഷ്ട്രപതിയുടെ അവാർഡ് മേടിച്ച നമ്മുടെ ഗോവിന്ദ മാഷല്ലേ മുഖ്യ അതിഥിയായി വരുന്നത്. കഴിഞ്ഞ ദിവസം മാഷിനെ മീറ്റിങ്ങിന് വെച്ച് കണ്ടപ്പോൾ മാഷ് എന്നോട് പറഞ്ഞിരുന്നു, മാഷ് ഭയങ്കര ബിസിയാ. മാഷ് ലഹരി വിരുദ്ധ പ്രവർത്തനവുമായിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവം. അങ്ങനെയെങ്കിലും ആ പഴയതൊക്കെ മറന്നാ മതിയായിരുന്നു. നിന്റെ ചായയില് മധുരമില്ല, ഉപ്പുമില്ല, പുളിയുമില്ല. എന്തോന്നാണ് ഇത്? വാസു ഇന്ന് നല്ല ഫോമില. അല്ലെങ്കിൽ ഈ വാസു എന്നാ പാമ്പല്ലാത്തത്. അത് ശരി. ഞാൻ ആരുടെ ഔദാര്യത്തിലൊന്നും അല്ലല്ലോ കുടിക്കുന്നത്. എൻ്റെ ഭാര്യ നല്ലപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാശിനല്ല ഞാൻ കുടിക്കുന്നത്. ശശിയെ, ഞാനങ്ങ് ഇറങ്ങിയേക്കാട്ടോ. ഞാൻ വന്നതുകൊണ്ടാണോ നിങ്ങൾ പോകുന്നത്? നിങ്ങളൊക്കെ വലിയ മാന്യന്മാരമ്പോ. വാസു, നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കരുത്. ഡ്യൂട്ടി ഫ്രീന്ന് സാധനവും മേടിച്ച് കട്ടിലിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിരുന്ന് ഡെയിലി അടിക്കുന്ന കക്ഷിയാ നമ്മളെ നന്നാക്കാൻ വരുന്നത്. ഞാൻ വല്ലോ പറയേ. വാസുവേ, ഇന്ന് സ്കൂളിന്റെ വാർഷികമായിട്ട് അവിടെ പോയി വെള്ളമടിച്ച് കിടന്ന് നാറ്റിക്കരുത് കേട്ടോ. പോലീസ് പൊക്കുവേ. ഉപദേശത്തിന് നന്ദി. ചേട്ടോ, ഒരു ചായയും പപ്സും. എനിക്ക് ലൈം ജ്യൂസ് മതിയേ. ഒരു ചായയും കൂടി. ചേട്ടാ, എനിക്കും ചായ. മരക കോലം കണ്ടില്ലേ? എല്ലാം ട്രെക്സിന്റെ ടീമാണെന്നേ. ബെസ്റ്റ്. കള്ളുടിച്ച് നടക്കുന്ന ചേട്ടനാണോ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്? മൈൻഡ് യുവർ ഓൺ തിങ് മാൻ. ഇവന്റെ കാര്യം കൊച്ചു പിള്ളേരെ എടുത്ത് വിട് വാസു. കൊച്ചു പിള്ളേര്. ഹലോ, സ്റ്റഫ് കിട്ടിയോ? എടാ, ഞങ്ങളാ മറ്റേ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലുണ്ടോ, അങ്ങോട്ട് വന്നത്. ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഹലോ. എടാ, ഇതൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നല്ലേ, നീ വെച്ചേ. അവൻ്റെ ഒരു സംശയം, ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ എന്ന്. അല്ല, ഏതാ ബെറ്റർ, ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? എടാ, അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. പിന്നല്ലാണ്ട്. He's going to set it up. We just have to go there and pick it up. I know, right, bro? Yeah, let's go, man. കേട്ടാ, അവന്മാര് മയക്കുമരുന്നിന്റെ കാര്യാന്നീ പറയുന്നത്. വന്ന് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പേടിയില്ലാതെയായി. അതൊക്കെ നിന്റെ വെറും തോന്നലാ വാസു. സംഭവം എന്തോ പന്തികേടുണ്ട്. ഈ ബ്ലാക്കും വൈറ്റും എന്നൊക്കെ പറയണതേ മറ്റേ സാധനത്തിന്റെ കോടാ. നിങ്ങൾ വേഗം വന്ന നമുക്ക് അവന്മാരെ ഇന്ന് കയ്യോടെ പോക്കാം. അത് വാസു പറഞ്ഞത് ശരിയാ. നമ്മുടെ മാഷിന്റെ കൂടെ ലഹരിക്കെതിരെ പോരാടണമെന്ന് ഈ നാട്ടുകാരെല്ലാം ഒന്ന് അറിയട്ടെന്നേ.
respected guests, teachers, parents, and dear students. ഏവരുടെയും സാന്നിധ്യം കൊണ്ട് തിളങ്ങുന്ന നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. This is not merely just an event, but a proud showcase of our students' talents, efforts, and creativity. Today, we're truly honored to have with us a very special guest, Govinda Masha, who has received the Rashtrapati Award and is also a strong voice against drug abuse. Masha ഒരു ടീച്ചർ മാത്രമല്ല, he is a guide and a role model for many in this community under the shadow of drugs. ഒരു വലിയ കയ്യോടെയോട് കൂടെ നമുക്കെല്ലാവർക്കും ചേർന്ന് മാഷിനെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രപതിയുടെ അവാർഡിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ഇന്ന് ഞാൻ പഠിപ്പിച്ച എൻ്റെ ഈ സ്കൂളിൽ വിശിഷ്ട അതിഥിയായിട്ട് എത്താൻ പറ്റിയത്. മാഷ അവിടെ ലഹരി വിരുദ്ധ പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നോ? സ്കൂളിന്റെ വാർഷികമായിട്ട് ഇവന്മാരിവിടെ എന്താ കാണിക്കുന്നതെന്ന് കണ്ടോ? എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? ആ കുട്ടികളെ വിട്ടേ. അല്ല ടീച്ചറേ, അങ്ങനെ ചൂടാവണേന് മുന്നേ അവന്റെ ബാഗ് ഒന്ന് തുറന്നു നോക്കാൻ പറ. ഞങ്ങൾക്ക് ഇവന്മാരെ കോഡൊന്നും മനസ്സിലാവത്തില്ല എന്നാ ഇവന്മാരുടെ വിചാരം. അവന്മാര് ഒരു ബ്ലാക്കും വൈറ്റും ബാഗ് ഓർക്കണ. എന്താ പറ്റിയ കുട്ടികളെ? മാഷേ, ഇവന്മാര് പറയുന്നത് ഞങ്ങൾ കേട്ടതാ. നീ ഇന്ന് അടിച്ചു പൊളിക്കാനുള്ള സാധനം ഇവന്മാരുടെ ബാഗിലുണ്ടെന്ന് ഇവന്മാര് ഫോണിൽ കൂടെ പറയുന്നേ. ചേട്ടാ ചുമ്മാ അനാവശ്യം പറയില്ലേ. ചേട്ടാ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും അല്ല ഇതിന്റെ അകത്ത്. ഞങ്ങളൊന്ന് വിശ്വസിക്കുക ചേട്ടാ. ചേട്ടാ ഞങ്ങൾ പറഞ്ഞതല്ലേ. ചേട്ടാ പ്ലീസ്. അവരങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നേ. അവരത്തരക്കാരല്ല. മാഷിന് ഇവന്മാരെ അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാണെങ്കിൽ ഇവന്മാരുടെ ബാഗും തുറക്കാൻ പറഞ്ഞു. ഇവര് പറയണേല് എന്തേലും സത്യമുണ്ടോ എൻ്റെ മക്കളെ? സത്യമുണ്ട് പക്ഷേ. എന്നാ പിന്നെ ആ വൈറ്റും ബ്ലാക്കും ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ. രാവിലെ തൊട്ട് കള്ളം കുടിച്ച് കിടക്കുന്ന ചേട്ടനാണോ ഞങ്ങളുടെ അടുത്ത് പറയാൻ വരുന്നത്? കുട്ടികളെ, നിങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ആ ബാഗ് ഒന്ന് തുറന്ന് കാണിച്ചേരെ. കണ്ടോ, ഇതാ ഞങ്ങൾ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ബ്ലാക്കും വൈറ്റും ഒക്കെ ഇതായിരുന്നു. ഞാൻ അപ്പോഴേ ഈ വാസുവിനോട് പറഞ്ഞ അവന്റെ ഒരു സദാചാരം കളി കൊള്ളാട പിള്ളേരെ. ഈ തോമാച്ചാൻ എന്തിനും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ മാഷി, ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞറിയോ ഇത് ഡ്രഗ്സ് ഒന്നുമല്ലെന്ന്. സാരമില്ല മക്കളെ, തെറ്റല്ല ചെയ്യുന്നതെങ്കിൽ തൻ്റെ ഇടത്തോടുകൂടി നാം നേരിടണം. നിങ്ങൾക്കറിയോ, ഒത്തിരി കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരെല്ലാം ഈ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ജോലിയായിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവാറുണ്ട്. പക്ഷേ പൊട്ടാൻ വെമ്പുന്ന ഒരു കണ്ണീർ തടാകവും പേറിയ ഞാൻ നടക്കുന്നതെന്ന് ഓരോ വേദികളിലും ഞാൻ വിളിച്ചു പറയുന്നത്. സത്യത്തിൽ എൻ്റെ ജീവിതമാ ഞാൻ വിളിച്ചു പറയുന്നത്. എനിക്ക് തിരുത്താൻ കഴിയാതെ പോയ ഒരു വലിയ തെറ്റിൻ്റെ പ്രായശ്ചിത്തം. നിങ്ങളെ പോലെ മിടുക്കനായിരുന്നു എൻ്റെ ഉണ്ണി. ചെറുപ്രായത്തില് പേപ്പർ ചുരുട്ടി സിഗരറ്റ് പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടന്നപ്പോ ഞാനും അവൻ്റെ അമ്മയും കൂടെ വലിയ തമാശ കണ്ട പോലെ അങ്ങ് പൊട്ടിച്ചിരിച്ചു. അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് അവൻ്റെ മുറിയിൽ നിന്നുയർന്ന ഓരോ പുകയ്ക്കും എന്നെ ശ്വാസം മുട്ടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അവസാനം അവൻ്റെ സ്വന്തം അമ്മയെ കാശ് കൊടുക്കാത്തതിൻ്റെ പേരില് ഒറ്റ വെട്ടിന് കൊന്നിട്ട് ആത്മഹത്യ ചെയ്തപ്പോ
അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഈ നശിച്ച മയക്കുമരുന്നിനെതിരെ പോരാടാൻ. കരയില്ലേ മാഷെ? അതെ കരയില്ലേ? എനിക്കാരുമില്ലാതാക്കിയ, എന്റെ കുടുംബം തകർത്ത ഈ നശിച്ച ലഹരിക്കെതിരെ നമുക്ക് പോരാടണം. ആരും പറഞ്ഞു മാഷിന് ആരും ഇല്ലാന്ന്? ഞങ്ങളുണ്ട്. മതിമക്കളെ, നമുക്കെല്ലാവർക്കും ലഹരി വിമുക്ത നാടിനായി കരുതലോടെ, ജാഗ്രതയോടെ നാടിന്റെ കാവലാകാം. ഞങ്ങളുമുണ്ട് മാഷെ. ഞങ്ങളുമുണ്ട് മാഷെ. ഞങ്ങളുമുണ്ട് മാഷെ. ഈ നാടകത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ: രചന സംവിധാനം മാർട്ടിൻ തോമസ്, ക്രിയേറ്റീവ് സപ്പോർട്ട് ഷിബു വർഗീസ്. അഭിനയിച്ചവരും ശബ്ദം നൽകിയവരും: ബിനു ശങ്കർ, ജോസൻ ജോർജ്, ജിജോ ജോൺ, രശ്മി ബിജു, കെവിൻ ജോസ്, അന്ന റോസ് ബിജു, ബെൻറിച്ച് ബിനോയ്, അർജുൻ ഹരീഷ്, ഡാൻ മാർട്ടിൻ, റൂബൻ തോമസ്, ധ്രുവ് ബിനു, മാർട്ടിൻ തോമസ്, ലീഷ ഗുണശീലൻ, സജു ആന്റണി, ജോമി ആന്റണി, നീമൽ കുഞ്ഞുമോൻ. റെക്കോർഡിംഗ് സ്റ്റുഡിയോ FF മീഡിയ, ബെൻഡിഗോ.